की खुशबू, സ്നേഹത്തിൻ്റെ സുഗന്ധം. ഉത്തർലിക്കോ. റൈറ്റ് ദി ആൻസർ. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ എക്സസൈസിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പാ ने टुल्लू के जन्मदिन पर क्या दिया? പപ്പ ടുല്ലുവിൻ്റെ പിറന്നാളിന് എന്താണ് കൊടുത്തത്? അപ്പാനെ ടുല്ലു കെ ജന്മദിൻ പർ ഏക്ക് പില്ല ദിയ. പിള്ളയാണ് കൊടുത്തത്. പിള്ള എന്താണ്? പപ്പി അല്ലേ? ഒരു പട്ടിക്കുട്ടിയെയാണ് ടുല്ലുവിന് പപ്പ പിറന്നാളിന് കൊടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 2. പിള്ളേക്ക നാം കിസ്നെ രേഖ ഔർ ക്യാ? പിള്ളയുടെ പേര് ആരാണ് കൊടുത്തത്? എന്താണ് കൊടുത്തത്? ആരാണ് പിള്ളയ്ക്ക് പേരിട്ടത്? നോക്കിക്കേ. പിള്ളേക്ക നാം സബ് ബച്ചോംനെ മിൽക്കർ ടുക്കു രക്ക. പിള്ളയുടെ പേര് ഈ കുട്ടികളെല്ലാവരും ചേർന്ന് ടുക്കു എന്ന് ആണ് ഇട്ടത്. പേരിട്ടത് ആരാണ്? എല്ലാ കുട്ടികളും ചേർന്നാണ്. പിള്ളേക്ക നാം സബ് ബച്ചോംനെ മിൽക്കർ ടുക്കു രക്ക. പിള്ളയുടെ പേര് എല്ലാ കുട്ടികളും ഒന്ന് ചേർന്നാണ് വെച്ചത് അല്ലേ? ഒരാൾ മാത്രമല്ല, എല്ലാ കുട്ടികളും അവർ ചേർന്നാണ് പട്ടിക്കുട്ടിക്ക് പേര് ഇട്ടത്. എന്താ ഇട്ടത്? ടുക്കു. പട്ടിക്കുട്ടിയുടെ പേരെന്താ? ടുക്കു. മറക്കരുത് കേട്ടോ. ആ ടുക്കുന്ന് മാത്രം അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറുള്ളൂ. ബാക്കിയെല്ലാം ആ ക്വസ്റ്റ്യനെ കിടപ്പുണ്ട്. ക്വസ്റ്റ്യനിൽ നോക്കി ആൻസർ എഴുതാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. പിള്ളേക്ക നാം കിസ്നെ രഖ ഔർ ക്യാ? പിള്ളേക്ക നാം സബ് ബച്ചോംനെ മിൽക്കർ ടുക്കു രക്ക. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക കേട്ടോ. മീനിങ് എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പാനെ ടുല്ലു കെ ജന്മദിൻ പർ ക്യാ ദിയ? പപ്പ ടുല്ലുവിൻ്റെ പിറന്നാളിന് അവൻ എന്താണ് കൊടുത്തത്? അപ്പാനെ ടുല്ലു കെ ജന്മദിൻ പർ ഏക്ക് പില്ല ദിയ. ക്വസ്റ്റ്യൻ നമ്പർ 2. പിള്ളേക്ക നാം കിസ്നെ രക്ക ഔർ ക്യാ? പിള്ളേക്ക നാം സബ് ബച്ചോംനെ മിൽക്കർ ടുക്കു രക്ക. അതിൻ്റെ അകത്ത് ടുക്കു മാത്രമാണ് ആൻസർ. ഫസ്റ്റ് ക്വസ്റ്റ്യന് പിള്ളയാണ്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനുള്ളിലുണ്ട്. ക്വസ്റ്റ്യൻ നോക്കി ആൻസർ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3. ബില്ലി और चूहों को वनवास क्यों मिल गया था? ബില്ലി എന്ന് പറഞ്ഞാൽ ക്യാറ്റ് അല്ലേ? പൂച്ചയ്ക്കും ചൂഹം എന്ന് പറഞ്ഞാൽ എലികൾക്കും എന്തുകൊണ്ടാണ് വനവാസ് കിട്ടിയത്? വനവാസ്, രാമൻ സീതയൊക്കെ വനവാസത്തിന് പോയിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ ബില്ലി ഔർ ചൂഹോം കോ വനവാസ് ക്യോ മിൽ ഗയാ ഥാ. ബില്ലിക്കും ചൂഹയ്ക്കും ഈ വനവാസം കിട്ടാനുള്ള കാരണം എന്താണ്? ബില്ലി ഔർ ചൂഹോം കോ വനവാസ് മിൽ ഗയാ. ബില്ലിക്കും ചൂഹയ്ക്കും വനവാസ് കിട്ടി, വനവാസം കിട്ടി. കാരണം എന്താ? കാരണം ക്യോങ്കി ടുക്കുക്ക് ഉൻകെ പതാ ചലാത്തോ. ടുക്കുവിന് ഏതെങ്കിലും ഒരു ബില്ലിയോ ഏതെങ്കിലും ഒരു ചൂഹയോ അവിടെയെങ്ങാനും ഉണ്ടെന്നെങ്ങാനും മനസ്സിലായാൽ തോ ഉസേ ഭഗാക്കർ ഹി ധംലത. അതിനെ അപ്പം തന്നെ അവിടെ നിന്ന് ഓടിച്ച് വിടും. അവിടെ പിന്നെ നിൽക്കാനായിട്ട് ടുക്കു ഈ ബില്ലിയെയും ചൂഹയെയും അവിടെ നിൽക്കാൻ പിന്നെ അനുവദിക്കില്ല. അതിനെ അപ്പം തന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടിരിക്കും. അപ്പോൾ ഒന്നാണ് നോക്കിക്കേ. ബില്ലി ഔർ ചൂഹോം കോ വനവാസ് മിൽ ഗയാ ക്യോങ്കി ടുക്കു को उनके पता चला तो वह उसे भगाकर ही दम लेता. ओके. नंबर 4. चाचू ने बच्चों को हंसाने के लिए क्या किया? चाचू കുട്ടികളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? चाचूने बच्चों को हंसाने के लिए टुकू की याद का रास्ता निकाल लिया. ചാച്ചു അങ്കിൾ അല്ലെ? ആരാ ചാച്ചു? അങ്കിളാണ്. കുട്ടികളെ ചിരിപ്പിക്കാൻ വേണ്ടി ടുക്കുക്ക് യാദ് കാ രാസ്ത നിക്കാൽ ദിയ. കുട്ടികൾക്ക് ഈ ടുക്കുവിനെ ഓർമ്മിക്കാനുള്ള ആ അവസരം തന്നെ അദ്ദേഹം ഇല്ലാതാക്കി. എങ്ങനെയാണെന്ന് നോക്കിക്കേ. വേ കമീജ് ഉഠാക്കർ. അദ്ദേഹം തൻ്റെ കമീജ് ഉയർത്തി. പുട്ടയും മടുക്കാക്കർ ചലനയിലേക്ക്. പട്ടിക്കുട്ടികളൊക്കെ നടക്കുക പിന്നാമ്പറം ഇങ്ങനെ ഒരു തരം ആട്ടി ആണ് നടക്കുക. അതുപോലെ തൻ്റെ കമീജ് ഉഠാക്കർ പുട്ടെ മടുക്കാക്കർ ചലനയിലേക്ക്. അങ്കിൾ തൻ്റെ കമീജ് മുകളിലേക്ക് പൊക്കി വെച്ച് ബാക്കി ഭാഗം ഇങ്ങനെ ആട്ടി പട്ടിക്കുട്ടി നടക്കുന്നത് പോലെ ആട്ടി നടക്കാനായിട്ട് തുടങ്ങി. ഇത് കണ്ടപ്പോൾ കുട്ടികൾക്ക് എന്തായി? കുട്ടികൾ ചിരിച്ചു അല്ലേ? നോക്കിए. चाचू ने बच्चों को हंसाने के लिए
टुक्कू की याद का रास्ता निकाल लिया। വേ കമീജ് ഉഠാക്കർ പുട്ടെ മടുക്കാക്കർ ചലനെ ലഗെ. അദ്ദേഹം തൻ്റെ ബാക്കിഭാഗം കുട്ടികളുടെ മുന്നിൽ ആട്ടി ആട്ടി പട്ടിക്കുട്ടി നടക്കുന്നത് പോലെ നടക്കാനായിട്ട് തുടങ്ങി. चाचू ने बच्चों को हंसाने के लिए क्या किया? चाचू ने बच्चों को हंसाने के लिए टुक्कू की याद का रास्ता निकाल दिया। वे कमीज उठाकर पुट्टे मटकाकर चलने लगे. पुट्टे മട്കാക്കർ ചലനെ ലഗെ. ഇനി നമ്മുടെ എക്സർസൈസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ശ്രവൺ കൗശൽ. കേട്ട ആൻസർ പറയുകയാണ് അതിൻ്റെ മീനിങ്. പക്ഷെ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക തന്നെ വേണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക എന്നാണ് ഞാൻ അവിടെ നമ്പർ കൊടുത്തിരിക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. പില്ലേക്ക നാം ക്യാ രഖാത്ത. ഈ പിള്ളെ, ഈ പട്ടിക്കുട്ടിയുടെ പേര് എന്താണ് കുട്ടികൾ വെച്ചത്? നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. ഓക്കെ, ചോദിക്കും, അപ്പോൾ നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ. പില്ലേക്ക നാം ടുക്കു രഖാത്ത. പില്ലെ, ഈ പട്ടിക്കുട്ടിയുടെ പേര് ടുക്കു എന്നാണ് കുട്ടികൾ വെച്ചത്. പിള്ളയുടെ പേര് എന്താണ് കുട്ടികൾ വെച്ചത്? പറഞ്ഞേ. പില്ലേക്ക നാം ടുക്കു രഖാത്ത. പറഞ്ഞേ. പില്ലേക്ക നാം ടുക്കു രഖാത്ത. ശ്രവൺ കൗശലം ഒന്നുകൂടെ പറയാം. പില്ലേക്ക നാം ക്യാ രഖാത്ത. പിള്ള, പട്ടിക്കുട്ടിയുടെ പേര് എന്തെന്നാണ് കുട്ടികൾ വെച്ചത്? പില്ലേക്ക നാം ടുക്കു രഖാത്ത. പിള്ളയുടെ പേര് ടുക്കു എന്നാണ് കുട്ടികൾ വെച്ചത്. അതിൻ്റെ അത് ഖ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഖ ബच्चे ഹാം മേ ഹാം ക്യോ മിൽനെ ലഹെ. കുട്ടികൾ ഹാം 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 എന്ന് പറയാനുള്ള കാരണം എന്താണ്? കുട്ടികൾ ഹാം മേ ഹാം, പപ്പിയുടെ കാര്യം വന്നാൽ അവർക്ക് വേറെ ഒരു വാക്കില്ല. ആരെന്ത് പറഞ്ഞത്, എടാ നമുക്ക് പപ്പിയെ ഉടുപ്പിടിച്ചാലോ, എല്ലാവരും റെഡിയാണ് ഉടുപ്പിടിക്കാൻ. നമുക്ക് പട്ടിക്കുട്ടിയെ കുളിപ്പിച്ചാലോ, പട്ടിക്കുട്ടിയെ കുളിപ്പിക്കാൻ അവർ റെഡിയാണ്. വെച്ച ഹാമേ, ഇങ്ങനെ ഹാം ഹാം ഹാം, ഒരു കാര്യത്തിനും പിന്നെ നെഗറ്റീവില്ല. അത് വേണ്ട എന്ന് ആരും പറയില്ല. ടുക്കുവിൻ്റെ കാര്യം വന്നാൽ എല്ലാവരും ഒന്നുപോലെയാണ്, ഒരു പോലെയാണ് ചെയ്യുക. बच्चे टुक्कू से प्यार के कारण आपस में दूसरों से ഹാം മേ ഹാം മിലാനെ ലഗി. കുട്ടികൾക്ക് ഈ പട്ടിക്കുട്ടിയുടെ അത്ര ഇഷ്ടമായിരുന്നത് കൊണ്ട് തന്നെ അവർ ഹാം മേ ഹാം മിലാനെ ലഗേ थे. क्वेश्चन नंबर ग. बच्चों का रिश्ता गहरा क्यों होता जा रहा था. കുട്ടികളുടെ ബന്ധം എങ്ങനെയാണ് നല്ല ആഴമുള്ളതായി തീരാനുള്ള കാരണം എന്ത്? കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ അയൽപക്കത്തുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ പോകാറില്ല. സ്വന്തം വീട്ടിൽ തന്നെ ഒതുങ്ങി കഴിയുകയാണ് ചെയ്യുക. ഈ അപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അധികം വലിയ ബന്ധങ്ങൾ മറ്റുള്ളവരുമായിട്ട് സൂക്ഷിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ടുക്കു വന്നതിന് ശേഷം അവരുടെ ബന്ധം ഒന്ന് ദൃഢമായി. നോക്കിക്കേ, ടുക്കുക്കെ ദോസ്തിക്കെ കാരൻ, ടുക്കുവിനോടുള്ള ആ ഫ്രണ്ട്ഷിപ്പ് കാരണമാണ് ബച്ചോം ക റിസ്ത ഗഹറ ഹോത്ത ജാ രഹാ ത. കുട്ടികളുടെ ബന്ധം ആഴമുള്ളതായി തീരാനുള്ള കാരണം അതായിരുന്നു. ടുക്കുവിനോടുള്ള സ്നേഹം കാരണമാണ് കുട്ടികളുടെ ബന്ധം ആഴമുള്ളതായി തീർന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ मीनिंग. बच्चों का रिश्ता गहरा क्यों होता जा रहा था. टुकू से दोस्ती के कारण बच्चों का रिश्ता गहरा होता जा रहा था. ടുക്കുവിനോടുള്ള സ്നേഹം കാരണമാണ് കുട്ടികളുടെ ബന്ധം ആഴമുള്ളതായി തീർന്നുകൊണ്ടിരുന്നത്. ഇനി അതിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഘ. 2 സെക്കൻഡ് മേ ടുക്കു കിസ്കെ ഘർ പहुंचता था. 2 മിനിറ്റിനുള്ളിൽ ടുക്കു ആരുടെ വീട്ടിലാണ് എത്തുമായിരുന്നത്? കാരണം കുട്ടികൾക്ക് ടുക്കുവിനുള്ള ഓട്ടവും കുട്ടികൾക്ക് കളിയുമായി തീർന്നു അല്ലേ, ടുക്കുവിനോടുള്ള സ്നേഹം കാരണം. 2 സെക്കൻഡ് മേ ഉസ്കാ നാം പുക്കാർനെ വാലേക്കെ ഘർ പहुंचता था. 2 സെക്കൻഡിൽ ആരാണോ, ഏത് അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണോ ഏത് ഫ്ലാറ്റിൽ നിന്നാണോ കുട്ടികൾ പേര് വിളിക്കുക, ആ പേര് വിളിക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് നമ്മുടെ ടുക്കു ഓടി പോകുമായിരുന്നു. 2 സെക്കൻഡ് മേ ഉസ്കാ നാം പുക്കാർനെ വാലേക്കെ ഘർ പहुंचता था. 2 മിനിറ്റിൽ ആരാണോ ടുക്കുവിൻ്റെ പേര് വിളിക്കുക അവൻ്റെ വീട്ടിൽ ഓടിയെത്തുമായിരുന്നു.
2 सेकंड में उसका नाम पुकारने वाले के घर पहुंचता था। 2 सेकंड में टुकू किसके घर पहुंचता था? 2 सेकंड में उसका नाम पुकारने वाले के घर പਹੁഞ്ചത്താ था. 2 സെക്കൻഡിൽ അവൻ്റെ പേര് വിളിക്കുന്ന ആളുടെ വീട്ടിലാണ് എത്തിച്ചേരുന്നത്. ഹായ് ചിൽഡ്രൻ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് ഞാൻ കിടക്കുകയാണ് കേട്ടോ. 2 സെക്കൻഡ് മേ ടുക്കു കിസ്കെ ഘർ പਹੁഞ്ചത്താ था. 2 സെക്കൻഡിനുള്ളിൽ ടുക്കു ആരുടെ വീട്ടിലാണ് എത്തുമായിരുന്നത്? ആൻസറാണ് 2 സെക്കൻഡ് മേ ഉൻകാ നാം പുക്കാർനെ വാലെ കെ ഘർ പਹੁഞ്ചത്താ था. 2 സെക്കൻഡ് മേ 2 സെക്കൻഡിൽ അവൻ്റെ പേര് വിളിക്കുന്ന ആളുടെ വീട്ടിൽ അവൻ എത്തുമായിരുന്നു. 2 സെക്കൻഡ് മേ टुक्कू उनके नाम पुकारने वाले के घर पहुंचता था. 2 सेकंड में टुक्कू उनके नाम पुकारने वाले के घर पहुंचता था. 2 സെക്കൻഡിനുള്ളിൽ टुक्कू 2 सेकंड में उनका नाम पुकारने वाले के घर में पहुंचता था. 2 സെക്കൻഡിനുള്ളിൽ ടുക്കു അവൻ്റെ പേര് വിളിക്കുന്ന ആളുടെ അടുത്താണ് ഓടി എത്തുക. ഒന്നുകൂടെ പറഞ്ഞേ, टुक्कू 2 सेकंड में उनका नाम पुकारने वाले के घर पहुंचता था. इनी क्वेश्चन नंबर 9, बच्चों के खेल क्या था और टुक्कू का लक्ष्य क्या था? കുട്ടികളുടെ കളി എന്തായിരുന്നു? और ടുക്കുവിൻ്റെ ലക്ഷ്യവും എന്തായിരുന്നു? പിന്നെ ടുക്കുവിൻ്റെ ലക്ഷ്യവും എന്തായിരുന്നു എന്നാണ്. टुक्कू को पुकारना बच्चों का खेल था. ടുക്കു എന്ന് ഉറക്കെ വിളിക്കുക എന്നതാണ് കുട്ടികളുടെ കളി. അവർ ടുക്കുക്കോ വഹ ദൗടനേക്കാൾ ലക്ഷ്യ മിൽ ഗയാ था. എന്നാൽ അത് ടുക്കുവിന് ഓടാനുള്ള ഒരു ലക്ഷ്യമായി തീർന്നു. പേര് വിളിക്കുന്ന ആളുടെ അടുത്തേക്ക് ടുക്കു ഓടും. ഒന്നുകൂടെ പറഞ്ഞേ, ടുക്കുക്കോ പുക്കാർന വെച്ചോംക ഖേൽത്ത. ടുക്കു എന്ന് വിളിക്കുക എന്നതാണ് കുട്ടികളുടെ കളി. और പിന്നെ ടുക്കുക്കോ വഹ ദൗടനേക്ക ലക്ഷ്യ മിൽ ഗയാ था. ടുക്കുവിന് അത് ഓടാനുള്ള ഒരു ലക്ഷ്യവും ആയി തീർന്നു. ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസറാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിന് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, ആൻസർ എഴുതാൻ വേണ്ടി സ്ഥലം അവർ വിട്ടിട്ടുമുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾ എഴുതുക. പ്രശ്നോമൊക്കെ ഉത്തർ ലിഖിയെ, ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. ഫസ്റ്റ് 1, जब बच्चे भाव भाव करते तो പില്ല ക്യാ കർത്താ था. കുട്ടികൾ ഭാവ് ഭാവ് എന്ന് ചെയ്യുമ്പോൾ ഈ പില്ല പട്ടിക്കുട്ടി എന്ത് ചെയ്യുമായിരുന്നു? जब बच्चे भाव भाव करते तो പില്ല ചുപ് ഹോ ജാത്ത. കുട്ടികൾ ഭാവ് ഭാവ് എന്ന് വെക്കുമ്പോൾ നമ്മുടെ അല്ലേ പട്ടിക്കുട്ടി സൈലൻ്റായി പോകുമായിരുന്നു. അവർ ഏക് ഏക് ചെഹ്റ ഹൈറാനി സെ ദേഖനെ ലേഖ. ഓരോ കുട്ടികളുടെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കാനായിട്ട് തുടങ്ങും. ഒന്നോടെ നോക്കിയേ, जब बच्चे भाव भाव करते तो पिल्ला क्या करता था? जब बच्चे भाव भाव करते तो पिल्ला चुप हो जाता और एक एक चेहरा हैरानी से देखने लगता. इन्हीं क्वेश्चन नंबर 2, बच्चों को खेल और टुक्कू को दौड़ने का लक्ष्य कैसे मिल गया? കുട്ടികളുടെ കളി ഈ നമ്മുടെ പിള്ളയ്ക്ക് ഓടാനുള്ള ലക്ഷ്യമായി തീർന്നത് എങ്ങനെ? कोई बच्चा अपने घर के बाहर खड़े होकर टुक्कू को आवाज़ लगाता तो वह दौड़कर वहाँ पहुंचता. ഏതെങ്കിലും ഒരു കൊച്ച് തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ടുക്കു എന്ന് വിളിക്കുമ്പോൾ അത് ഓടി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. തബ് കോയി ദൂസറ ബച്ച ആവാജ് ലഗാത്ത. എന്നാൽ അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ടുക്കു എന്ന ആ കുട്ടിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് ഓടുമായിരുന്നു. ഈ സ്ഥലം ബച്ചോം കെ ഖേൽ और टुक्कू को दौड़ने का लक्ष्य मिल गया था. ഇങ്ങനെ കുട്ടികളുടെ കളി നമ്മുടെ ടുക്കുവിന് ഓടാനുള്ള ലക്ഷ്യമായി തീർന്നു. ഒന്നോടെ നോക്കിക്കേ, बच्चों को खेल കുട്ടികൾക്ക് കളി और टुक्कू को दौड़ने का लक्ष्य कैसे मिल गया. ടുക്കുവിന് ഓടാനുള്ള ലക്ഷ്യം എങ്ങനെയാണ് ആയിത്തീർന്നത്? कोई बच्चा अपने घर के बाहर खड़े होकर टुक्कू को आवाज़ लगाता तो ഏതെങ്കിലും ഒരു കുട്ടി തൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ടുക്കു എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ വഹ ദൗഡക്കർ വഹാം പहुंचता. അവൻ ഓടി അവരുടെ അടുത്ത് ചെല്ലുമായിരുന്നു.
തബ് കോയി ദൂസറ ബച്ച ആവാജ് ലഗാത്ത. അപ്പോൾ രണ്ടാമത്തെ വേറെ ഏതെങ്കിലും ഒരു കുട്ടി തൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ടുക്കു എന്ന് വിളിക്കുമ്പോൾ അവൻ അങ്ങോട്ട് ഓടി ചെല്ലുമായിരുന്നു. इस तरह बच्चों के खेल और टुक्कू को दौड़ने का लक्ष्य मिल गया था. दौड़ने का लक्ष्य मिल गया था. का बच्चों को खेल और टुक्कू को दौड़ का लक्ष्य कैसे मिल गया? कोई बच्चा अपने घर के बाहर खड़े होकर टुक्कू को आवाज़ लगाता तो वह दौड़कर वहाँ पहुँचता. तब कोई दूसरा बच्चा आवाज़ लगाता. इस तरह बच्चों के को खेल और टुक्कू को दौड़ने का लक्ष्य मिल गया था. കുട്ടികളുടെ കളി ഇങ്ങനെ നമ്മുടെ ടുക്കുവിന് ഓടാനുള്ള ലക്ഷ്യമായി തീർന്നു. ഓക്കെ. गले में टुक्कू को एक छत्र राज्य मिल गया था. ഈ ഗളി, ഈ സ്ട്രീറ്റിൽ ഇവിടെ ടുക്കുവിൻ്റെ ഒരാൾ മാത്രമുള്ള ഒരു രാജ്യമായി തീർന്നു. അതിൻ്റെ കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ടുക്കു അപ്പാർട്ട്മെൻറ്റ് മേ ബില്ലി അവർ ചൂഹോം കോ ഭഗാ ദേത്താ താ. ടുക്കു അപ്പാർട്ട്മെൻറ്റിൽ ബില്ലിയെയും, ബില്ലി എന്നത് ക്യാറ്റാണല്ലോ, ക്യാറ്റിനെയും ചൂഹോം കോവി ഭഗാ ദേത്താ താ, എലികളെയും അവിടെ നിന്ന് ഓടിച്ച് കളയുമായിരുന്നു. ഇസിലിയെ അതുകൊണ്ട് ഗളിമേ ടുക്കൂക്ക ഏകചിത്ര രാജ്യ മിൽ ഗയാ താ. അങ്ങനെ ഈ ഗളി, ഈ കുട്ടികൾ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റ് ടുക്കുവിൻ്റെ മാത്രം ഒരംഗം മാത്രമുള്ള ഒരു രാജ്യമായി തീർന്നു. കാരണം ആ ഗളിയിൽ അവിടെ വരുന്ന എല്ലാ എലികളെയും പൂച്ചകളെയും ടുക്കു അവിടെ നിൽക്കാൻ സമ്മതിക്കുകയല്ല, എല്ലാത്തിനെയും തുരത്തി ഓടിക്കുമായിരുന്നു. അതുകൊണ്ട് ആ ഗളിയിൽ ടുക്കുവിൻ്റെ മാത്രം അംഗമുള്ള ഒരു രാജ്യമായി തീർന്നു. ടുക്കു മാത്രമായി ഉള്ള അവിടെ മൃഗങ്ങളായിട്ട് മറ്റു ജീവികളൊന്നും ഇല്ലാതെയായി. കാരണം ടുക്കു അവയെല്ലാം ഓടിക്കുമായിരുന്നു. പറഞ്ഞേ, ടുക്കു अपार्टमेंट में बिल्ली और चूहों को भगा देता था, इसलिए गली में टुक्कू का एक छत्र राज्य मिल गया था. ഓക്കെ. വെച്ചാൽ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ഘായുടെ ക്വസ്റ്റിൻ്റെ ആൻസർ പറയാം കേട്ടോ. ടുക്കുക്കോ ഡൂണ്ടിനെ കെ ലിയെ ബച്ചംനെ ക്യാ കിയ. ടുക്കുവിനെ അന്വേഷിക്കാൻ വേണ്ടി കുട്ടികൾ എന്താണ് ചെയ്തത്? ശ്രദ്ധിക്കുക കേട്ടോ. ടുക്കുക്കോ ढूंढने के लिए बच्चों ने बहुत मेहनत की. वे गली गली छान ली और हर समय पुकारते रहते थे. കുട്ടികൾ ഓരോ ഗളിയും ഓരോ സ്ട്രീറ്റും ആ അപ്പാർട്ട്മെൻറ്റിലുള്ള ഓരോ ഇടവഴിയും ആ പ്രദേശം മുഴുവനും അന്വേഷിച്ച് നടന്നു. വളരെ കഷ്ടപ്പെട്ടു. ബഹുത്ത് മെഹനത്ത് കി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടു. ഗളി ഗളി ചാൻലി, ഓരോ സ്ഥലങ്ങളിലും പോയി അന്വേഷിച്ചു. ഹർ സമയം പുക്കാർത്തെ രഹത്തെ, എല്ലാ സമയവും ഉറക്കെ വിളിച്ചു ടുക്കു 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 എന്ന് വിളിച്ചുകൊണ്ടേ നടന്നു. കാരണം ടുക്കു അവരുടെ ജീവിതത്തിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റായ ഒരു ജീവിയായിരുന്നു അല്ലേ. അവരുടെ സന്തോഷമായിരുന്നു ടുക്കു. ടുക്കുവിനെ കാണാതായപ്പോൾ കുട്ടികൾ വളരെയധികം വിഷമിച്ചു. ഓക്കെ, ഒന്നും കൂടെ നോക്കിക്കേ. ടുക്കുക്കോ ഡൂണ്ടിനെ കെല്ലിയെ ബച്ചോംനെ ബഹുത്ത് മെഹനത്ത് കി. കുട്ടികൾ വളരെയധികം കഷ്ടപ്പെട്ടു. വേ ഗളി ഗളി ചാൻലി, ഓരോ സ്ട്രീറ്റും അന്വേഷിച്ച് നടന്നു. അവർ ഹർ സമയം പുക്കാർത്തെ രഹത്തെ, എല്ലാ സമയവും ഈ പട്ടിക്കുട്ടിയെ അന്വേഷിച്ച് വിളിച്ചുകൊണ്ടേ നടന്നു. പുക്കാർത്തെ രഹത്തെ എന്ന് പറഞ്ഞാൽ വിളിച്ച് നടന്നു. टुक्कू को ढूंढने के लिए बच्चों ने बहुत मेहनत की. वे गली गली छान ली और हर समय പുക്കാർത്തെ രഹത്തെ. എല്ലായ്പ്പോഴും കുട്ടികൾ ആ പട്ടിക്കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ നിങ്ങളെ 1-2 ക്വസ്റ്റ്യൻ ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് എടുത്തത്. അതുകൊണ്ട് ഒരു സൗണ്ട് എക്കോ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. എന്നാലും നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇനി അത് മാറ്റിയെടുക്കാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. എല്ലാവരും നോക്കുക. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ആ മീനിങ് പറയുന്ന അർത്ഥമൊക്കെ അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബച്ചംനെ പ്യാർ കി ഖുഷ്ബു കൈസെ മഹസൂസ് കി. കുട്ടികൾ എങ്ങനെയാണ് ഈ സ്നേഹത്തിൻ്റെ സുഗന്ധം അനുഭവിച്ചറിഞ്ഞത്? ചാച്ചുവിനെ ടുക്കൂക്ക അഭിനയ കർണേ കേലിയെ കമീജ് ഉഠാക്കർ പുട്ടെ മട്ടുക്കായേ എന്ന് പറഞ്ഞാൽ ചാച്ചുവിന് അറിയില്ല അങ്കിള്.
टुक्कू का अभिनय करने के लिए ടുക്കുവിനെ അഭിനയിച്ച കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് കമീജ് ഉഠാക്കർ അദ്ദേഹത്തിൻ്റെ കമീജ് ജുബ്ബ പോലെ ഒരു ഡ്രസ്സാണ് കേട്ടോ, അത് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി ബാഹ് ഠാക്കർ പുട്ടേ മട്കായെ തൻ്റെ ബാഹ് ഇങ്ങനെ അദ്ദേഹം പട്ടി നടക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി നടന്നു. തോ ബെച്ചെ ഹസ്പടെ, അതുകൊണ്ട് കുട്ടികൾ ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ചിരിച്ചു. ഇസി തരഹ്, ഇതുപോലെ ബച്ചോംനെ പ്യാർക്കി ഖുഷ്ബു മൗസുസുക്കി, ഇസി തരക്ക്, ഇങ്ങനെ കുട്ടികൾ സ്നേഹത്തിൻ്റെ സുഗന്ധം അനുഭവിച്ച് അറിഞ്ഞു. चाचू ने टुक्कू का अभिनय करने के लिए कमीज उठाकर पुट्टे मटकाए तो बच्चे हंस पड़े. അദ്ദേഹം തൻ്റെ കമീജ് ബാക്കിൽ നിന്നും മാറ്റി, എന്നിട്ട് പട്ടിക്കുട്ടി നടക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ ബാഹ എന്ന് അറിയാമല്ലോ, അതിങ്ങനെ ആട്ടിക്കൊണ്ട് പട്ടിക്കുഞ്ഞി നടക്കും പോലെ നടന്നു. ഇസി തരഹ്, ഇതുപോലെ. അപ്പോഴെന്താ അങ്കിൾ ഇങ്ങനെ നടന്നപ്പോൾ കുട്ടികൾ എന്നാ ചെയ്തു, അവർ ചിരിച്ചു. ഇങ്ങനെ കുട്ടികൾ സ്നേഹത്തിൻ്റെ സുഗന്ധം അനുഭവിച്ചറിഞ്ഞു എന്ന്. ഇസി തരഹ് ബെച്ചെ പ്യാർക്കി ഖുഷ്ബു മഹസൂസ്കി, ഇങ്ങനെ കുട്ടികൾ സ്നേഹത്തിൻ്റെ സുഗന്ധം അനുഭവിച്ച് അറിഞ്ഞു. ഒന്നുകൂടെ നോക്കിയേ. ചാച്ചുനെ टुक्कू का अभिनय करने के लिए कमीज उठाकर पुट्टे मटकाए तो बच्चे हंस पड़े. इसी तरह बच्चे प्यार की खुशबू महसूस किया. ഓക്കെ. ഹായ് കുട്ടികളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കംപ്ലീറ്റ് ആയി കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഇനിയുള്ളത് കുറച്ച് എക്സർസൈസ്, അത് ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പൂരിപ്പിക്കേണ്ടതാണ്. അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഞാൻ വെളിച്ചമാണ്, പ്രകാശമാണ്. ജഹാംബെ മിലേക ജമാ കർണ ചാഹിയെ, എവിടെ നിന്നെല്ലാം കിട്ടുമോ അവിടെ നിന്നെല്ലാം നിങ്ങൾ സംഭരിച്ച് വയ്ക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. കൊച്ചു അറിവുകൾ, അതാണ് നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചെറിയ അറിവുകൾ കിട്ടിയാൽ വളരെ തുച്ഛമായ അറിവാണ്, ഇത് ഞങ്ങൾക്ക് വലിയ പ്രയോജനമില്ല എന്ന് കരുതാതെ അത് ജമാ കർണ ചാഹിയെ, സംഭരിച്ച് വയ്ക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്കത് പ്രയോജനപ്പെടും. താങ്ക് യു.